സംസ്ഥാനത്തെ റോഡുകളിൽ പൊലിയുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ നിമിഷവും നമ്മുടെ റോഡുകളിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. സ്വന്തം അശ്രദ്ധ കൊണ്ടും മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ റോഡുകളിൽ ഒട്ടേറെ പേരുടെ പ്രതീക്ഷകളാണ് നഷ്ടമാകുന്നത്. ശരാശരി 36,000-ഓളം അപകടങ്ങളാണ് ഓരോ വർഷവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 4,200 മരണങ്ങളുടെ കണക്ക്. 2023 ജനുവരി മുതൽ 2024 ഓഗസ്റ്റ് വരെ 6,534 പേരാണ് റോഡ് അപകടങ്ങളിൽ കേരളത്തിൽ മരിച്ചത്. ഒരു മാസം ശരാശരി 326 ജീവനുകൾ റോഡിൽ നഷ്ടപ്പെടുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് ആലപ്പുഴയിലും കഴിഞ്ഞ ദിവസം പാലക്കാടും നടന്ന അപകടങ്ങളിലായി മാത്രം 10 പേരാണ് മരണപ്പെട്ടത്. രാജ്യത്താകമാനമുള്ള കണക്കെടുത്താൽ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ് കേരളം. 2023 കണക്ക് പ്രകാരം തമിഴ്നാടും മധ്യപ്രദേശുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. കേരളത്തിൽ 2022 43,910 അപകടങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം അത് 48,091 ആയി. 2022 കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 4,317 പേരാണ്. 49,307 പേർക്ക് പരിക്കേറ്റു. 2023 4,080 പേർ മരിക്കുകയും 54,320 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രൈവർമാരുടെ പിഴവ് മൂലമാണ് 2,292 മരണങ്ങൾ സംഭവിച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. മദ്യപിച്ച് വാഹനമോടിച്ചുണ്ടായ അപകടത്തിൽ 2023 മരിച്ചത് 25 പേരാണ്. 2024 ഒക്ടോബർ വരെ 40,821 അപകടങ്ങളിൽ 3,168 പേർ മരിക്കുകയും 45,657 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 232 കോടി രൂപ മുടക്കി 2023 AI ക്യാമറകൾ സ്ഥാപിച്ചതോടെ അപകടങ്ങളും മരണങ്ങളും കുറഞ്ഞുവെന്നാണ് സർക്കാർ അവകാശപ്പെട്ടെങ്കിലും കണക്കുകൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. 2022 ഓഗസ്റ്റിൽ 3,366 റോഡ് അപകടങ്ങളും 307 മരണവും 4,040 പേർക്ക് പരിക്കുമുണ്ടായെങ്കിലും 2023 ഓഗസ്റ്റിൽ അപകടങ്ങൾ 1,065 കുറഞ്ഞെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. ഇതിൽ 58 മരണവും 1,197 പേർക്ക് പരിക്കുമുണ്ടായെന്നും വ്യക്തമാക്കി. ക്യാമറ സ്ഥാപിച്ചതിനെ തുടർന്ന് റോഡ് അപകടങ്ങളും മരണവും ഗണ്യമായി കുറഞ്ഞെന്നാണ് ഈ കണക്ക് നിരത്തി സർക്കാർ സ്ഥാപിച്ചത്. എന്നാൽ പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2023 ഓഗസ്റ്റിൽ 4,006 അപകടങ്ങളുണ്ടായി. 353 മരണങ്ങളും 4,560 പേർക്ക് പരിക്കും സംഭവിച്ചു. അതായത് 2022 ഓഗസ്റ്റിലേക്കാൾ അപകടവും മരണവും പരിക്കും വർദ്ധിച്ചുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ക്യാമറ കൺ തുറന്നിരുന്ന 2023 ജൂൺ മുതൽ 2024 ജൂൺ വരെയുള്ള ഒരു വർഷം 52,823 അപകടങ്ങളാണ് ഉണ്ടായത്. ക്യാമറ ഇല്ലാതിരുന്ന തൊട്ടു മുൻപത്തെ വർഷം 46,130 അപകടം. ക്യാമറ ഉണ്ടായിട്ടും 6,693 അപകടം കൂടി. പരിക്കേറ്റവരുടെ എണ്ണവും കൂടി. അമിത വേഗവും അശ്രദ്ധയും ആവേശവും പിന്നെ ലഹരി ഉപയോഗവുമെല്ലാം അപകടത്തിന് കാരണമാവുന്നുണ്ട്. ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തിങ്ങിയെന്ന് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് അമിത വേഗത ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടെ 15 കിലോമീറ്ററിനുള്ളിൽ ഒരു വർഷത്തിനിടെ 40 അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പാലക്കാട്ടെ അപകടമാകട്ടെ റോഡിന്റെ നിർമ്മാണ രീതിയും വാഹനത്തിന്റെ വേഗതയുമെല്ലാം അപകടത്തിന്റെ കാരണമായി കണക്കാക്കപ്പെടുന്നു. 12 ബ്ലാക്ക് സ്പോട്ടുകളാണ് ഈ 15 കിലോമീറ്ററിനുള്ളിലുള്ളത്. അതേസമയം 100 ചതുരശ്ര കിലോമീറ്ററിന് 548 കിലോമീറ്റർ ആണ് കേരളത്തിലെ റോഡ് സാധ്യത എന്നാണ് 2022 കണക്ക്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1,79,37,814 വാഹനങ്ങളാണ്. ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണെങ്കിലും ഇത്രയും വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ഈ റോഡ് മതിയോ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. വാഹനങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി റോഡ് നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണ്. റോഡ് അപകട സ്ഥിതിയെക്കുറിച്ചും മോട്ടോർ വാഹനങ്ങളുടെ അപകട സാധ്യതകളെ കുറിച്ചും യുവതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി ഹയർ സെക്കൻഡറി തലത്തിൽ റോഡ് സുരക്ഷാ അവബോധം പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അനിവാര്യമാണ്.